ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വാച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് കൂമ്പ് വറവാണ്, കൂമ്പ് തോരൻ, നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ. ഇപ്പോൾ ഈ കൂമ്പ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. വലിയ കൂമ്പാണ്, നേന്ത്രവാഴയുടെ. കൂമ്പ് നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനും നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമില്ല, മുഴുവനും എടുത്തു കഴിഞ്ഞാൽ കൂടുതലായി പോകും. അതുകൊണ്ട് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ കഴുകിയെടുത്തതാണ്, അതും കൂടി കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂമ്പ് നമ്മൾ ഇതേപോലെ കട്ട്സിട്ടതിന് ശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ നടുവിൽ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നടുഭാഗത്തുള്ള ആ മിഡിലുള്ള ആ പാട്ടൊന്നും മുറിച്ച് മാറ്റിക്കളയണം, അല്ലെങ്കിൽ അത് കയ്പ്പ് രസമടിക്കും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർക്കണം, എന്നാലേ കളർ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത കൈ കൊണ്ട് നല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുള്ളൂ ഇതിൽ. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂമ്പ് ചേർത്ത് കൊടുക്കാം. ചിലരിതിൽ അരി ഒക്കെ ചേർക്കും. അതും കൂടി ചേർത്തിട്ട് നന്നായി അടിയിൽ നിന്നേ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. കൂമ്പിന് കുറച്ച് വേവുണ്ട്. മൂടി വെച്ച് കൊടുക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഇത് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് മുകളിൽ വെന്ത് കിട്ടില്ല. ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറായിരിക്കും അതിൻ്റെ. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാം. കണ്ടില്ലേ, നമ്മളെ കൂമ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ മീൻകറിയും കൂമ്പ് വറവും നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ചെറിയൊരു അയില വറവുണ്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം, പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ. അതുവരേക്കും താങ്ക്സ്. അപ്പോൾ ഇത് കഴിച്ച് നോക്കട്ടെ, കഴിക്കുന്ന വീഡിയോ കൂടി എടുത്ത് കളയാം. അപ്പോൾ നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തേത്. ലഞ്ചിന് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. എല്ലാവരും കോളേജിലും ഓഫീസിലും ഒക്കെ പോയിരിക്കുന്ന ഹസ്ബൻഡ്